യെസ്, ഇപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. ഇതിൽ കിരൺ, ഈ സഭാ സമ്മേളനം ആരംഭിച്ചതിന് ശേഷം നിരവധിയായ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. സംഭാലിലെ പ്രതിഷേധമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദാനിക്കെതിരെ പ്രതിപക്ഷം കോൺഗ്രസ് രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പല വിഷയങ്ങളിലും പ്രതിപക്ഷം തന്നെ ചിതറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അദാനി വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസിന് വ്യത്യസ്തമായ നിലപാടുണ്ടായിരുന്നു, സമാജ്വാദി പാർട്ടിക്ക് വ്യത്യസ്തമായ നിലപാടുണ്ടായിരുന്നു. പക്ഷേ അംബേദ്കർ വിഷയത്തിലേക്ക് എത്തിയപ്പോൾ, സഭയുടെ അവസാന ദിനങ്ങളിലേക്ക് എത്തിയപ്പോൾ ഏതാണ്ട് പ്രതിപക്ഷം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന തരത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണുള്ളത്. ആ നിലയിൽ കൂടി ഈ പ്രതിഷേധം എത്രത്തോളം ശക്തമാകുന്നുണ്ട്? അഭിലാഷ് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അദാനി വിഷയം വന്നപ്പോഴാണ് പ്രതിപക്ഷ നിരയിൽ വലിയ വിള്ളലുണ്ടായത്. അത് ഒരു ഘട്ടത്തിൽ ഇന്ത്യ ബ്ലോക്ക് തന്നെ ദുർബലമാകുന്നു, കോൺഗ്രസ് ഒറ്റപ്പെടുന്നു എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾക്ക് വരെ വഴിതെളിച്ചിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് അംബേദ്കർക്കെതിരെയുള്ള പരാമർശം വരുന്നത്. പ്രതിപക്ഷം കോൺഗ്രസ് അംബേദ്കർ എന്ന് പറയുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. അംബേദ്കർ എന്ന് ആവർത്തിച്ചു പറയുന്നതിന് പകരം ദൈവത്തെ വിളിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടിയേനെ എന്നുള്ളതായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. ഇതിനെതിരെയാണ് അതിശക്തമായ രീതിയിൽ പ്രതിപക്ഷ രംഗത്ത് വന്നത്. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറെ അപമാനിക്കുന്നതാണ് അമിത്ഷായുടെ പ്രഖ്യാപനം എന്ന് പറഞ്ഞു, അമിത്ഷായുടെ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധമുയർത്തി. ഈ പ്രതിഷേധം കനത്തോടുകൂടിയാണ് ഇന്ത്യ ബ്ലോക്കിൽ വീണ്ടും ഐക്യം രൂപപ്പെട്ടത്. നമ്മൾ അല്പസമയം മുമ്പ് കണ്ടു, ഇന്ത്യ ബ്ലോക്കിൽ നേരത്തെ അദാനി വിഷയത്തിലടക്കം മാറി നിന്നിരുന്ന SP നേതാവ് അഖിലേഷ് യാദവ് അടക്കം അംബേദ്കർ വിഷയത്തിൽ അംബേദ്കറെ അപമാനിക്കുന്ന നിലപാടാണ് അമിത്ഷാ സ്വീകരിച്ചതെന്നും അമിത്ഷാ രാജിവെക്കണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ ബ്ലോക്ക് ഒന്നായിരിക്കുന്നു. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും മാറി നിന്നാണ്. തൃണമൂൽ കോൺഗ്രസും ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ സമരത്തിൽ നിൽക്കുകയാണ്, അതിശക്തമായി തന്നെ നിൽക്കുകയാണ്. ഈ അംബേദ്കർ വിഷയത്തിൽ അതിശക്തമായ രീതിയിലേക്കുള്ള വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും ഒക്കെ നടക്കുന്നതിനിടയിലാണ് ഇന്നലെ അത്യസാധാരണമായ സംഭവങ്ങൾ ഉണ്ടായത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പാർലമെന്റിനുള്ളിൽ വെച്ച് ഭരണ പ്രതിപക്ഷ MPമാർ തമ്മിൽ ഉള്ള വാക്കേറ്റം, കയ്യാങ്കളിയിലൊക്കെ എത്തുന്ന സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത്തരം കേസുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാർലമെന്റ് നടപടികൾ അവസാനിച്ചു കഴിഞ്ഞാൽ ഭരണ പ്രതിപക്ഷ MPമാർ തമ്മിൽ സൗഹൃദത്തോടെ പിരിയുക എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തന്നെ ഒരു സൗന്ദര്യം എന്ന് പറയാവുന്ന ഏറ്റവും മഹത്തായ ഒരു രീതി പിന്തുടരുന്നത്. പാർലമെന്റിനുള്ളിൽ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ബഹളം വെക്കുകയോ അല്ലെങ്കിൽ ചില സമയത്തെങ്കിലും അവരുടെ കൈവിട്ടുപോയി കയ്യാങ്കളിയിൽ എത്തുകയും ഒക്കെ ചെയ്യുന്ന we will continue this even after disbursement the house, because he is playing dirty politics. It's a shame for the entire country. So on behalf of IUML also, we have said, we categorically say that he must apologize. That is our demand. That is the only demand. യെസ്, എന്തായാലും കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് എന്നാണ് പോകുന്നത്. രാജ്യത്തെ അപമാനിക്കുന്നു, പ്രതിപക്ഷത്തെ അപമാനിക്കുന്നു, ഇതിന് ക്ഷമാപണമുണ്ടാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ IUMLന്റെ നിലപാട്, മുസ്ലിം ലീഗിന്റെ നിലപാട് എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതായത് കിരൺ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ മറ്റു വിഷയങ്ങളിൽ ഭിന്നിച്ചാണ് നിന്നിരുന്നത് എങ്കിൽ പോലും ഈ അംബേദ്കറുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം, ആ പരാമർശത്തിൽ അമിത്ഷായുടെ രാജി ആവശ്യം, അതിന് ശേഷമുണ്ടായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് എതിരായ ഭരണപക്ഷത്തിന്റെ നീക്കങ്ങൾ, ഇതിലെല്ലാം പ്രതിപക്ഷം ഒറ്റക്കെട്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ വിജയ് ചൗക്കിലൂടെ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് കടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഇനി പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാൻ ഏതാണ്ട് 20 മിനിറ്റ് മാത്രമാണ് സമയം ശേഷിക്കുന്നത്. വിജയ് ചൗക്കിൽ നിന്ന് പ്രകടനമായാണ് പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റിലേക്ക് പുറപ്പെടുന്നത്. അതേസമയം ഭരണപക്ഷാംഗങ്ങൾ പാർലമെന്റ് മന്ദിരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ദൃശ്യങ്ങളടക്കം JP നദ്ദയെ അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കുന്നുണ്ട് കിരൺ.